ഉപ്പുമാവ് ഞങ്ങൾ തരാ. എടാ ചെറുപ്പക്കാരാ, അലിയാര് തങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞു വീഴുകയാ. ആരുടെ കല്യാണപാടാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാരമകളുടെ നിക്കാഹാ പറയുന്നത്. പക്ഷേ മിത്തവയുടെ പരിസരത്തുള്ള ചെറുപ്പക്കാരാ, നീ എന്തേ നിന്റെ നിക്കാഹിനെ കുറിച്ച് ആലോചിക്കാത്തത്? എന്തൊക്കെ ആർഭാടങ്ങളാണ്! പടച്ചവനെ, സ്വർണത്തിന്റെ ചെരുപ്പ് വരെ ധരിക്കുന്ന കാലമോ, ലക്ഷങ്ങളെ ചെലവഴിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊരു പുതിയ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. എന്തേ ട്രെൻഡ് എന്നറിയോ? അല്ലാഹുവേ, പുതിയ ആപ്പിള തന്റെ ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ഒരേ നിറമുള്ള ഉടുപ്പ്, തന്റെ ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ഒരേ നിറമുള്ള ഉടുപ്പ് വാങ്ങിക്കൊടുക്കുകയാണ്. കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ നിറമുള്ള സാരി. അല്ലാഹുവേ, എവിടെ നിന്നാടാ ഈ പൈസ? എവിടെ നിന്നാ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ഉപ്പയുടെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചത് നാണമില്ലാതെ വാങ്ങിയിട്ട് അതുകൊണ്ട് കണ്ടവന്മാർക്ക്, കൂട്ടുകാർക്ക് മുഴുവനും ഉടുപ്പ് വാങ്ങിക്കൊടുക്കുമ്പോ ഒരു ഉടുപ്പുമില്ലാതെ ധരിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, എന്തേടാ ചിന്തിക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകന് പണമില്ലാതിട്ടാളോ? മുത്തുനബി പറഞ്ഞിരുന്നെങ്കിൽ സ്വർണത്തിന്റെ വസ്ത്രം കൊടുക്കാൻ ആള് തയ്യാറാ. അല്ലാഹുവേ, കടം വാങ്ങിയിട്ട് സ്വഹാബി കൊടുത്ത സദഖ വാങ്ങിയിട്ട് അലിയാരിതങ്ങൾക്ക് മുത്തുനബിയുടെ പൊന്നാരമകളുടെ നിക്കാഹിന് ഭക്ഷണം കൊടുക്കേണ്ട അവസ്ഥയുണ്ടോ? ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പടച്ചവനെ, ലക്ഷങ്ങൾ കൊടുക്കാ സ്വഹാബികളെ തയ്യാറല്ലോ. എന്നിട്ടും പ്രവാചകൻ എന്തിനാ ഇങ്ങനെ നടത്തിയത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുണ്ടല്ലോ. എടാ, പണത്തില് കാര്യമില്ലടോ, സമ്പത്തിലൊരു കാര്യവുമില്ല. ലോകത്തൊരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? എടാ, 501 പവൻ സ്വർണം കിട്ടുന്നതിലല്ലോ, ഓടിക്കാറ് കിട്ടുന്നതിലല്ലോ, 2 നില കെട്ടിടം കിട്ടുന്നതല്ലോ, മംഗലാപുരം ടൗണിൽ ഒരു ഫ്ലാറ്റ് കിട്ടുന്നതിലല്ലടാ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? സാരികത്തായ ഒരു ഭാര്യ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്നറിയുമോ? പണമില്ലെങ്കിലും, കുടുംബമഹിമയില്ലെങ്കിലും, സൗന്ദര്യമില്ലെങ്കിലും, എടാ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടിയാ അതാടാ ലോകത്തിലെ ഏറ്റവും വലിയ നിധി. അതാടാ ചെറുപ്പക്കാരാ, അതാടാ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ പൊന്നാര ചെറുപ്പക്കാരോട്, അല്ലാതെ പണത്തിലും സൗന്ദര്യത്തിലും കുടുംബമഹിമയിലും ഒന്നും ഒരു കാര്യവുമില്ല. അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടല് ഒരാണിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാര് നീ സാലിഹത്തുകളാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാര് കണ്ണിന് കുളിർമയുള്ള ഭാര്യമാരാക്കണേ അല്ലാഹ്. പടച്ചറപ്പേ, ഈ ചെറുപ്പക്കാർക്ക് നിന്നെ പേടിയുള്ള ഒരു ഇണയെ കൊടുക്കണേ അല്ലാഹ്. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം സ്വാലിഹത്തായ ഒരു ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം കഴിഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടെ മണിയറക്കകത്ത് ചെന്നപ്പോ അലിയാര് തങ്ങൾ ചോദിച്ചു, ഞാൻ വിളക്കണക്കട്ടെ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അനുവാദം കൊടുത്തു. അലിയാര് തങ്ങൾ വിളക്കണച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം കഴിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. കല്യാണം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കറോ? അവന് വേറെ പെണ്ണ് കെട്ടിക്കാനൊന്നുമല്ല, പൊക്കിക്കോ. അള്ളാഹു കുടുംബ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകുമാറാകട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ ആദ്യ രാത്രിയിൽ എന്താ ചെയ്ത ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അലിയാര് തങ്ങള് മണിയറക്കകത്തേക്ക് കടന്നു എന്ന് വിളക്കണച്ചു. വിളക്കണച്ചു കഴിഞ്ഞപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മണിയറക്കകത്തിരുന്ന് കരയ. ഫാത്തിമ ബീബി മണിയറക്കകത്തിരുന്ന് കരയ.
അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ വാപ്പാനെ പിരിഞ്ഞതിന്റെ വിഷമത്തിന് കരയുകയാണോ? അല്ല, എനിക്ക് വേദനയൊക്കെ ഉണ്ട്, ഉപ്പാനെ പിരിഞ്ഞതിന്റെ വിഷമമുണ്ട്, പക്ഷെ ഞാൻ കരയുന്നത് അതിനല്ല. അലിയാര് തങ്ങൾ ചോദിച്ചു, ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ? അതുമല്ല, ഞാനും പാവപ്പെട്ടവളല്ലേ, എനിക്ക് സൗന്ദര്യം എന്നെ ഇഷ്ടമില്ലേ? എനിക്കിഷ്ടമാ. പിന്നെന്തിനാ ഫാത്തിമ നീ കരയണേ? പിന്നെന്തിനാ ഫാത്തിമ നീ കരയണേ? അലിയാര് തങ്ങൾ ചോദിച്ചപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞു, നമ്മളെന്ന് പറയുന്നില്ല, നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് പുതിയ പെണ്ണും പുതിയാപ്പിളയും മണിയറക്കകത്ത് കയറി ചെന്നു. രണ്ടുപേരും കൂടെ കട്ടിൽ കയറി ഇരിക്കുക. മണിയറൊക്കെ നല്ല പൈസ കൊടുത്ത് ഒരുക്കിയിട്ടിരിക്കുക. കളർ ലൈറ്റുകളൊക്കെ പൂക്കളും എല്ലാം കൊണ്ട് അലങ്കരിച്ചിട്ടിരിക്കുക. അങ്ങനെ പുതിയ പെണ്ണും പുതിയാപ്പിളയും മണിയറക്കകത്ത് കയറിയിരുന്നപ്പോ ചങ്ങായിമാരെ കേക്കടാ, ചെറിയ മക്കളൊക്കെ കേട്ടോ, നീയൊക്കെ പെണ്ണ് കെട്ടി എങ്ങനെ ആവരുത്, അതുകൊണ്ടാ പുതിയാപ്പിളയും പുതിയ പെണ്ണും കൂടെ മണിയറക്കകത്ത് കയറി വാതിലൊക്കെ അടച്ച് രണ്ടുപേരും കട്ടിലിന്റെ അക്കരെ ഇക്കരെ ഇരുന്ന് പാലൊക്കെ വിഹിതം വെച്ച് കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പുതിയ പെണ്ണ് ഇക്കാനോട് ചോദിക്ക, ഇക്ക നിങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾ വല്ല ആയിട്ട് പ്രേമം ഉണ്ടായിരുന്നു? ഒരു പുതിയ പെണ്ണ് ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് വല്ല പ്രേമം ഉണ്ടായിരുന്നു? അപ്പൊ ഓം പറയാ, BC റോഡ് ഒന്നുണ്ടായിരുന്നു, മിത്തബയിൽ ഒന്നുണ്ടായിരുന്നു, എനിക്ക് അവിടെ ഒന്നുണ്ടായിരുന്നു, കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്, സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ട്. പയ്യൻ പറയും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പയ്യൻ ചോദിക്കുക, ആമിന നിനക്കോ വല്ലതും ഉണ്ടായിരുന്നു? ഇതാ ചർച്ച. ഇന്നത്തെ തലമുറ മണവാട്ടിയും മണവാളനും പുതിയാപ്പിളയും പുതിയ പെണ്ണും കൂടെ പോയിട്ട് മണിയറക്കകത്തിരുന്നിട്ട് കാമുകിമാരെ കുറിച്ച്, നീ അവന്റെ കൂടെ പടത്തിന് പോയിട്ടുണ്ടടി, നീ അവന്റെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ട്, ആർക്കൊക്കെ നീ വാട്സപ്പിൽ ഫോട്ടോ അയച്ചിട്ടുണ്ട്, ഭാര്യയും ഭർത്താവും കൂടെ ചർച്ച ചെയ്യേണ്ട സ്ഥലം അതാ. എങ്കിൽ അള്ളാന്റെ റസൂലിന്റെ മോള് മണിയറക്കകത്ത് കയറി ഇരുന്നിട്ട് കരയ. അലിയാര് തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയണേ? അലിയെ, ഈ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് അങ്ങോട്ട് അണച്ചപ്പോ എനിക്ക് കബർ ഓർമ്മ വന്നെന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല. അതാടാ പെണ്ണ്. വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ ആ വീടിന്റെ അകത്ത് കണ്ട ഇരുള് കണ്ടപ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ എനിക്ക് ഖബർ ഓർമ്മ വന്നു, അലിയേ ഇവിടെയാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെയുണ്ട്. ആ ഖബറിന്റെ അകത്ത് ഫാത്തിമ ഒറ്റയ്ക്കാണ്. അതിനകത്ത് ഇതിനെക്കാളും വല്ലാത്ത ഇരുളാണല്ലോ. അതിനകത്ത് തന്നെ ഇറക്കി വെച്ച് പലകയെടുത്തിട്ട് മണ്ണിട്ടുകൾ മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകൾ മടിയിറക്കകത്തിരുന്ന് കരയുമ്പോ അലിയാര് തങ്ങളെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ ഇത് കരയേണ്ട രാത്രിയല്ല, ഇത് സ്വപ്നങ്ങള് പൂവണിയേണ്ട രാത്രിയാണ്, ഇത് നമ്മുടെ ആദിരാത്രിയാണ്, ഇത് നമ്മുടെ മണിയറയാണ്, ഇത് നമ്മുടെ മണിയറയാണ്. ഇതിനകത്തിരുന്ന് കരയുകയാണോ ഫാത്തിമ? അലിയാര് തങ്ങള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, അലിയേ മണിയറ ഇവിടെയല്ല, മണിയറ കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല. ലക്ഷങ്ങളെ ചെലവഴിച്ചിട്ട് മണിയറ ഒരുക്കുന്ന ചെറുപ്പക്കാരാ, ഒരു കല്യാണ വീട്ടിൽ പോയാ ആണുങ്ങളും പെണ്ണുങ്ങളും അറയാണ് പോയി നോക്കുന്നത്, മണിയറ പോയി വിലയിരുത്തുന്ന കാലമാണല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, എടാ മണിയറ ഒരുക്കേണ്ടത് അവിടെയല്ല, മണിയറ ഒരുക്കേണ്ടത് നിന്റെ വീടിന്റെ അകത്തല്ല. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുമോ? ഒരു ദിവസം നാട്ടുകാരെല്ലാവരും കുടുംബക്കാരെല്ലാവരും നിന്നെ മനോഹരമായി കുളിപ്പിച്ചു, നല്ല വെള്ള വസ്ത്രത്തിൽ ധരിച്ച് നിന്നെ ഉളവെടുപ്പിച്ചു, നിനക്ക് സുഗന്ധങ്ങൾ തേച്ച്, എന്നിട്ട് മിത്തബ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന മനോഹരമായ വിലകളില്ലാത്ത എണ്ണയില്ലാത്ത ഡ്രൈവറില്ലാത്ത പഴയ മോഡലായ മയ്യത്ത് കെട്ടിലുണ്ടല്ലോ, അതിനകത്തേക്ക് നിന്നെ മലർത്തി കിടത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ മിത്തബ പള്ളിയിലേക്ക് കൊണ്ടുവരുമല്ലോ. എടാ എവിടെയാ മണിയറ ഒരുക്കേണ്ടതെന്നറിയുമോ? മിത്തബ പള്ളിയിൽ പോയി നോക്കടാ. ജബ്ബാർ ഉസ്താദ് മണിയറക്കകത്ത് കിടക്കുന്നത് പോലെ ഖബറിന്റെ അകത്ത് കിടക്കുന്നുണ്ടടാ. എടാ അവിടെയാടാ മണിയറ ഒരുക്കേണ്ടത്, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അവിടെ വരുന്ന മുൻകറും നകീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ. മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക എന്ന് ഖബറിന്റെ അകത്ത് വന്ന് ചോദ്യം ചെയ്യുന്ന മലക്കുകളുണ്ടല്ലോ. മിത്തബയിൽ ജബ്ബാർ ഉസ്താദിന്റെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചപ്പോ ആ മലക്കുകൾ ആ മഹാനോട് പറഞ്ഞതെന്തെന്നറിയുമോ? ആ ഗുരുനാഥനോട് പറഞ്ഞതെന്തെന്നറിയുമോ? ലംഘന ഉമത്തില്ലാറൂ പുതിയ പള ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് കിടന്ന് ഖിയാമത്ത് നാൾ വരെ ഉറങ്ങിക്കോ. ഇതിനകത്ത് മണിയറക്കകത്ത് കിടന്നുറങ്ങുന്ന പുതിയ പള ഉറങ്ങുന്നത് പോലെ ഈ ഖബറിന്റെ അകത്ത് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ മലക്കള് പറയണമടാ. എടാ അവിടെയാടാ ഒരുക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുണ്ടല്ലോ, അവിടെന്ന് പറഞ്ഞു അലിയേ മണിയറ എവിടെയാ, മണിയറ എവിടെയാ? അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്കൊന്ന് നിസ്കരിക്കണം അലിയേ, എനിക്ക് ശുക്ർ ചെയ്യണം അലിയേ. പുതിയ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ. എടാ ചിരിക്കുന്ന മുഖത്തോടെ സ്വപ്നങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളുമായി മണിയറക്കകത്ത് കയറി വന്ന ഫാത്തിമയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാർ തങ്ങള്. അലിയാർ തങ്ങളോട് ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞു കൊടുത്തത് പഴയ കാമുകിയുടെ കഥയല്ല, പഴയ കാമുകന്റെ കഥയല്ല, കറങ്ങാൻ പോയ കഥയല്ല, മെസ്സേജ് എഴുതിയ കഥയല്ല. അവിടെ പറഞ്ഞു കൊടുത്തത് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, ഖബറിന്റെ അദാബിനെ കുറിച്ച്, അതിനകത്തുള്ള പാമ്പുകളും തേളുകളും അതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അലിയാർ തങ്ങളെ ഇരുത്തി കരയിപ്പിച്ചവളാ ഫാത്തിമ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ നിന്റെ വാപ്പ കണ്ണുനീര് കുടിക്കുന്നത് പോലെ നിനക്കും ഒരു ഗതി വരാതിരിക്കണമെങ്കിലോ കരയുകയാ. സ്വന്തം വാപ്പയുടെ അവസ്ഥ നീ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ഗതി നിനക്ക് വരാതിരിക്കണമെങ്കിലോ എടാ ജീവിതമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? സിനിമയിൽ കാണുന്നതല്ല, സീരിയലിൽ കാണുന്നതല്ല, ഏതെങ്കിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും വരുന്നത് പോലെയല്ല, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണങ്ങളിൽ കാണുന്നതല്ലോ. യഥാർത്ഥത്തിൽ ജീവിതം എന്തെന്നറിയോ? കല്യാണം കഴിഞ്ഞ് മണിയറയിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ട ഭാര്യ, യഥാർത്ഥത്തിൽ കുടുംബജീവിതം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.